ചില കിഴക്കേ വഴി തെക്കും ഭാഗം 5823 നമ്പർ സുബ്രഹ്മണ്യ വിലാസ NSS കരയോഗത്തിന് അനുബന്ധമായി പ്രവർത്തിച്ചു വരുന്ന തളിർ ബാലസമാജത്തിന്റെ രാമായണ കഥാപരമ്പരയിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം. ശ്രീരാമചന്ദ്ര ചരണൗ മനസാ സ്മരാമി, ശ്രീരാമചന്ദ്ര ചരണൗ വചസാ ഗൃണാമി, ശ്രീരാമചന്ദ്ര ചരണൗ ശിരസാ നമാമി, ശ്രീരാമചന്ദ്ര ചരണൗ ശരണം പ്രപദ്യേ. ഇന്നലെ നമ്മൾ രാമായണ കാവ്യത്തിന്റെ ഇതിവൃത്തം, അത് പാരായണം ചെയ്യുമ്പോൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ രാമായണത്തിലെ ആദ്യ കാണ്ഡമായ ബാലകാണ്ഡത്തിലെ രാമാവതാര പശ്ചാത്തല കഥയിലേക്കാണ് നീങ്ങുന്നത്. ലോകത്തിൽ എപ്പോഴൊക്കെ ധർമ്മം ക്ഷയിക്കുന്നുവോ അപ്പോഴൊക്കെ ഭഗവാൻ ലോകനാഥനായ മഹാവിഷ്ണു ഓരോരോ അവതാരങ്ങൾ കൈക്കൊള്ളാറുണ്ട്. പുരാണ പ്രസിദ്ധങ്ങളായ അവതാരങ്ങൾ 10 എണ്ണമാണ്. അതിൽ 8 എണ്ണം അംശാവതാരങ്ങളും 2 എണ്ണം പൂർണ്ണാവതാരങ്ങളും. ശ്രീകൃഷ്ണ ശ്രീരാമ അവതാരങ്ങളാണ് പൂർണ്ണ അവതാരങ്ങളായി കണക്കാക്കുന്നത്. രാമാവതാര പശ്ചാത്തല കഥ രാക്ഷസ രാജാവായ രാവണന്റെ വധവുമായി ബന്ധപ്പെട്ടത്. രാവണന്റെയും അവന്റെ കൂട്ടാളികളുടെയും അധർമ്മ പ്രവർത്തികൾ കാരണം ത്രിഭുവനങ്ങളിലും ജീവിക്കാനാവാത്ത അവസ്ഥയായി. ജന്മം കൊണ്ട് ബ്രഹ്മപൗത്രനാണ് രാവണൻ. വിശ്രവസിന്റെയും സുമാലിപുത്രി കൈകസിയുടെയും 4 മക്കളിൽ മൂത്തവൻ. 10 തലയും 20 കൈകളുമായി പിറന്ന അത്ഭുത ശിശുവിന് ദശമുഖൻ എന്ന പേരായിരുന്നു മാതാവ് നൽകിയത്. കുട്ടിയായിരിക്കുമ്പോൾ പുഷ്പകുമാനത്തിൽ ആകാശമാർഗം സഞ്ചരിക്കുന്ന വൈശ്രവണനെ ചൂണ്ടിക്കാട്ടി, ആ പോകുന്നത് നിന്റെ ജ്യേഷ്ഠനാണ്. നിന്റെ ഈ സഹോദരങ്ങളും ഞാനും നീയുമൊക്കെ കാട്ടിൽ കാറ്റും വെയിലും മഴയും സഹിച്ചു കഴിയുന്നു. അവൻ രാജാവ്, ആകാശത്തിൽ കൂടി സഞ്ചരിക്കുന്നു, അതും വിമാനത്തിൽ. തപസ് ചെയ്ത് വരം സമ്പാദിച്ച് നീ അവനേക്കാൾ കേമനാകണം. അവൻ ഇപ്പോൾ വാഴുന്ന രാജ്യം നമ്മുടേതാണ്, അത് നീ വീണ്ടെടുക്കണം. മാതാവിന്റെ കണ്ണുനീർ നിറഞ്ഞ അപേക്ഷ കണ്ടും കേട്ടും ദശമുഖൻ സഹോദരങ്ങളായ കുംഭകർണനും വിഭീഷണനുമൊത്ത് ബ്രഹ്മദേവനെ തപസ് ചെയ്തു. വളരെക്കാലം തപസ് ചെയ്തിട്ടും ബ്രഹ്മദേവന്റെ പ്രസാദം ഉണ്ടായില്ല. കോപവും നൈരാശ്യവും സഹിക്കാനാകാതെ ദശമുഖൻ തൻ്റെ ഒരു തല അറുത്തെടുത്ത് അഗ്നികുണ്ഡത്തിലിട്ട് ഹോമിച്ചു. ബ്രഹ്മദേവൻ അനങ്ങിയില്ല. പല വർഷങ്ങളിൽ ഒന്നിനു പിറകെ ഒന്നായി 9 തലകൾ ഹോമിച്ചിട്ടും ഫലം കാണാതെ പ്രധാന ശിരസ് മുറിക്കാൻ തുടങ്ങിയ ദശമുഖന്റെ മുമ്പിൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷനായി. ചോദിച്ച വരങ്ങളെല്ലാം നൽകി. സർവ്വലോകങ്ങളും ജയിക്കണം, നഷ്ടപ്പെട്ട ശിരസുകളെല്ലാം തിരിച്ചുണ്ടാകണം, മനുഷ്യനൊഴികെ മറ്റാരാലും മരണം സംഭവിക്കരുത്. ഇതായിരുന്നു രാവണന്റെ അപേക്ഷ. പരബലത്താൽ ഉന്മത്തനായ ദശമുഖൻ ആദ്യം ചെയ്തത് സ്വന്തം സഹോദരനായ വൈശ്രവണനിൽ നിന്ന് ലങ്ക സ്വന്തമാക്കി സ്വയം അവിടുത്തെ രാജാവാകുക എന്നതായിരുന്നു. അത് നടന്നു. ഇനി ലോകം മുഴുവൻ തൻ്റെ ശക്തി ബോധ്യപ്പെടുത്തണം. ആരെന്നില്ല, എവിടെയെന്നില്ല, കാണുന്നവരെയെല്ലാം ഭീഷണപ്പെടുത്തിയും പീഡിപ്പിച്ചും ധർമ്മത്തെ കാറ്റിൽ പറത്തി ദശമുഖൻ ത്രിലോകത്തെയും മുൾമുനയിൽ നിർത്തി. ദുഷ്ടനെ പന പോലെ വളർത്തുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ദശമുഖന് ഐശ്വര്യങ്ങൾ കുന്നുകൂടിക്കൊണ്ടിരുന്നു. മായാവിദ്യകളിൽ സമർത്ഥനായ മയന്റെ മരുമകനായി. അത്ഭുത ശക്തിയുള്ള വേലി കിട്ടി. കൈലാസപർവ്വതം കൈവെള്ളയിലെടുത്ത് അമ്മാനമാട്ടി ശിവന്റെ പ്രീതി സമ്പാദിച്ച് ചന്ദ്രഹാസവും പാശുപതാസ്ത്രവിദ്യയും ലഭിച്ചു. ലങ്ക ദശമുഖന് വിട്ടു നൽകി അളകാപുരിയിൽ താമസമാക്കിയ സ്വസഹോദരനായ വൈശ്രവണനെ ആക്രമിച്ച് ബോധം കെടുത്തി പുഷ്പക വിമാനം തട്ടിയെടുത്തു. സ്ത്രീകളെ അവരുടെ ഇഷ്ടം കൂടാതെ കടന്നു പിടിച്ചും പീഡിപ്പിച്ചു അവൻ രസിച്ചു. മുനിമാരെ കൊന്ന് അവരുടെ രക്തം പാനം ചെയ്തു. ഭൂമിദേവി വശം കെട്ടു. അധർമ്മം കൊണ്ട് ഭൂമിയിലെ വിഭവങ്ങൾ ഒന്നൊന്നായി ക്ഷയിച്ചിരിക്കുന്നു. ഈ പാപഭാരം താങ്ങാൻ തനിക്കിനി ശക്തിയില്ല. ഉടനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ സർവനാശമായിരിക്കും ഫലം. ഗോരൂപമെടുത്ത് ഭൂമിദേവി ദേവന്മാരും മുനിമാരുമായി ബ്രഹ്മലോകത്തെത്തി.
ത്രിലോകങ്ങളിലും രാവണൻ കാട്ടിക്കൂട്ടുന്ന ദുഷ്പ്രവർത്തികൾ ഒന്നൊന്നായി വിവരിച്ച് രക്ഷിക്കണമെന്ന് കേണപേക്ഷിച്ചു. രാവണൻ താൻ നൽകിയ വരബലത്താലാണ് ഈ അധർമ്മ പ്രവൃത്തികൾ കാട്ടിക്കൂട്ടുന്നതൊക്കെയും. ശിവഭക്തനായ രാവണനെ അദ്ദേഹവും ദിവ്യായുധങ്ങൾ നൽകി ശക്തനാക്കിയിട്ടുണ്ട്. വിഷ്ണുവിന് മാത്രമേ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയൂ. രാവണ കുംഭകർണാദികൾ 3 ജന്മങ്ങൾ അസുര രാക്ഷസ മനുഷ്യ ജന്മമെടുത്ത് വിഷ്ണുവാൽ തന്നെ മരണം സംഭവിക്കേണ്ടവരുമാണ്. രാമാവതാരത്തിനുള്ള കാലം സംജാതമായിരിക്കുന്നു. ഇപ്രകാരം ചിന്തിച്ച ബ്രഹ്മാവ് ആവലാതിക്കാരെ കൂട്ടി പാൽക്കടൽ തീരത്തെത്തി. പുരുഷ സൂക്തം ചൊല്ലി വിഷ്ണുവിനെ സ്തുതിച്ചു. 10,000 സൂര്യന്മാർ ഒന്നിച്ചു ചേർന്ന ശോഭയോടെ വൈകുണ്ഠനാഥൻ അവർക്ക് മുമ്പിൽ പ്രത്യക്ഷനായി. ആവലാദികളെല്ലാം കേട്ടു. നിങ്ങൾ സന്തോഷമായി പോയിക്കൊള്ളുക. അയോധ്യയിൽ സൂര്യവംശ രാജാവായ ദശരഥന്റെ പുത്രനായി ജനിച്ച് രാവണ രാക്ഷസാദികളെ എല്ലാം ഞാൻ സംഹരിക്കുന്നതാണ്. ലക്ഷ്മി ദേവി അയോനിജിയായി വിദേഹ രാജ്യത്തിൽ ജനകപുത്രിയായി ജനിച്ച് എന്റെ അവതാര ഉദ്ദേശം സാധിക്കാൻ കാരണമാവുകയും ചെയ്യും. വിഷ്ണു ഭഗവാൻ മറഞ്ഞു. ഭഗവാൻ വിഷ്ണു അയോധ്യയിൽ പൂർണ്ണാവതാരത്തിൽ ജന്മമെടുക്കുമ്പോൾ ഭഗവാന്റെ അവതാര ഉദ്ദേശം സാധ്യമാക്കാൻ ദേവകൾ വാനര രൂപത്തിൽ ജന്മമെടുക്കണമെന്ന് അരുളി ചെയ്ത് ബ്രഹ്മദേവനും മറഞ്ഞു. ഇതാണ് രാമാവതാരത്തിന്റെ പശ്ചാത്തലം രാമായണത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ രാമാവതാരത്തിന് പിന്നിൽ മറ്റൊരു കഥ കൂടി പ്രചാരത്തിലുണ്ട്. വാൽമീകി മഹർഷിയുടെ തന്നെ രചനയായ അത്ഭുത രാമായണത്തിലാണത്. സദാ നാരായണ മന്ത്രം ജപിച്ചു നടക്കുന്ന നാരദനും കൂട്ടുകാരൻ പർവ്വതനും ചേർന്ന് വിഷ്ണുവിനെ ശപിച്ച് മനുഷ്യനാക്കിയ കഥ. വിഷ്ണുഭക്തനായ അംബരീഷൻ സുദർശനത്തിന്റെ സംരക്ഷണം ലഭിച്ച മഹാരാജാവാണ്. അദ്ദേഹത്തിന് അതിസുന്ദരിയായ ഒരു മകളുണ്ട്, ലക്ഷ്മിയുടെ അംശാവതാരമായ ശ്രീമതി. ഒരിക്കൽ നാരദ പർവ്വത മുനിമാർ അംബരീഷന്റെ കൊട്ടാരത്തിലെത്തി ശ്രീമതിയെ കണ്ടു. ഇരുവർക്കും ശ്രീമതിയെ സ്വന്തമാക്കണം. രണ്ടുപേരും പരസ്പരം അറിയിക്കാതെ രാജാവിനെ ചെന്ന് കണ്ടു. അങ്ങയുടെ മകളെ ഞങ്ങൾക്ക് വിവാഹം കഴിച്ചു തരണം. ആരെയും പിണക്കാൻ വയ്യ. രണ്ടും മുനിശ്രേഷ്ഠന്മാർ. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച അംബരീഷന്റെ മനസ്സിൽ ഒരു ബുദ്ധി ഉദിച്ചു. ഞാൻ സ്വയംവരം നിശ്ചയിക്കാം. അവൾ നിങ്ങളിൽ ഒരാളെ സ്വീകരിക്കട്ടെ. രാജാവിന്റെ മറുപടി കേട്ടതും ഇരുവരും മനസ്സിൽ ഓരോ തന്ത്രങ്ങൾ മെനഞ്ഞു. തങ്ങൾക്ക് കിട്ടണം ശ്രീമതി, എനിക്ക് കിട്ടണം ശ്രീമതി. രണ്ടുപേരുടെയും ആഗ്രഹം ഒന്നിൽ തന്നെയായി. വിഷ്ണുവിന്റെ സഹായം തേടുക തന്നെ. ഇരുവരും വിഷ്ണു സന്നിധിയിലേക്ക് വെച്ചുപിടിച്ചു. കൂട്ടുകാർ വന്ന് സഹായം ചോദിക്കുന്നത് ലക്ഷ്മി ദേവിയെ സ്വന്തമാക്കണമെന്ന ആഗ്രഹത്തിനാണ്. അതിനുള്ള മാർഗം അതിലും രസമാണ്. ശ്രീമതി നാരദനെ നോക്കുമ്പോൾ നാരദന് കുരങ്ങുമുഖമായിരിക്കണമെന്ന് പർവ്വതനും, തിരിച്ച് പർവ്വതനെ നോക്കുമ്പോൾ പർവ്വതന് കുരങ്ങുമുഖമായിരിക്കണമെന്നുമാണ് നാരദന്റെയും അപേക്ഷ. വിഷ്ണു ഉള്ളാരെ ചിരിച്ചു. പരസ്പരം അറിയിക്കാതെ കൂട്ടുകാരുടെ കളി. രണ്ടുപേർക്കും ആശയും കൊടുത്ത് വിട്ടയച്ചു. ഇരുവരും സന്തോഷത്തോടെ മടങ്ങി. സ്വയംവര ദിവസമായി. നാരദ പർവ്വത മുനിമാർ വരന്മാരുടെ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി. ശ്രീമതി ഇപ്പോൾ കഴുത്തിൽ മാലയിടും. ശ്രീമതി കുഴങ്ങി. അച്ഛൻ പറഞ്ഞത് നാരദ പർവ്വത മുനിമാരിൽ തനിക്ക് ഇഷ്ടപ്പെടുന്ന ആളെ വരിക്കാനാണ്. ഇവിടെ കാണുന്നത് നാരദ പർവ്വതന്മാരെ അല്ല, കുരങ്ങുമുഖമുള്ള രണ്ടുപേരെ. അവർക്കിടയിൽ ചാപബാണങ്ങൾ ധരിച്ച് പുഞ്ചിരി തൂകി നിൽക്കുന്ന മറ്റൊരു രൂപവുമുണ്ടല്ലോ. ആ രൂപം പക്ഷേ ശ്രീമതിക്ക് മാത്രമേ കാണാൻ കഴിയുമായിരുന്നുള്ളൂ. കുരങ്ങുമുഖമുള്ളവരെ എന്തായാലും വേണ്ട. ശ്രീമതി മാല ഇരുവർക്കുമിടയിൽ കണ്ട രൂപത്തിൽ അർപ്പിച്ചു. ഞൊടിയുടയിൽ ശ്രീമതി അപ്രത്യക്ഷയായി. എന്താണ് സംഭവിച്ചത്? ശ്രീമതി എവിടെ? രാജാവ് പറഞ്ഞു പറ്റിച്ചതാണ്. അംബരീഷന്റെ മുമ്പിലെത്തി മുനിമാർ ചോദ്യം ചെയ്തു. എന്നാൽ ഒന്നും അറിയാത്ത അംബരീഷൻ കൈമലർത്തി. നിരപരാധിയാണെന്ന് തോന്നിയ മുനിമാർ ഇത് തീർച്ചയായും തങ്ങൾ സഹായം തേടിയ ഹരിയുടെ കളിയാണ് എന്ന് തീർച്ചപ്പെടുത്തി വൈകുണ്ഠത്തിലേക്ക് വെച്ചുപാഞ്ഞു. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ വിഷ്ണു കൈമലർത്തി. എന്ന് തന്നെയല്ല, നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഹിതം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. മുനിമാർ അങ്കലാപ്പിലായി. ഇത് ആരുടെ ചതിയാണ്?
തീർച്ചയായും രാജാവ് തന്നെ. അംബരീഷന്റെ ചതിയെന്നുറച്ച് അംബരീഷനുമായി വാക്കുതർക്കമായി. അജ്ഞാനത്തിന്റെ അന്ധകാരത്തിൽ പതിക്കട്ടെ എന്ന് അംബരീഷനെ ശപിച്ചു. അംബരീഷന്റെ ചുറ്റും കൂരിരുട്ട് നിറഞ്ഞു. എന്നാൽ ആ ക്ഷണം തന്നെ രാജാവിന്റെ രക്ഷയ്ക്ക് സുദർശനമെത്തി. സുദർശനത്തിന്റെ ഹൂങ്കാര ശബ്ദം, ഒപ്പം തങ്ങൾ അംബരീഷന് ശാപമായി കൊടുത്ത അന്ധകാരം, രണ്ടും ചേർന്ന് മുനിമാരെ 3 ലോകങ്ങളിലും രാപ്പകലില്ലാതെ ഓടിച്ചു. ഓടിത്തളർന്ന് അവശരായ ഇരുവരും മനമുരുകി വിഷ്ണുവിനെ വിളിച്ചു. ഒളിച്ചുകളി മതിയാക്കാതെ ഇനി രക്ഷയില്ല. അംബരീഷനും ഈ മുനിമാരും ഭക്തന്മാരാണ്, തെറ്റേറ്റു പറയുക തന്നെ. വിഷ്ണു ഓടിത്തളർന്ന് അവശരായ ഇരുവരെയും സുദർശന ഭീതിയിൽ നിന്നകറ്റി ആശ്വസിപ്പിച്ചു. ശ്രീമതിയെ താനാണ് അപഹരിച്ച് കടന്നത് എന്ന സത്യം തുറന്നു പറഞ്ഞു. കോപാകുലരായ മുനിമാർ മേലും കീഴും നോക്കാതെ വിഷ്ണുവിനെ ശപിച്ചു. ഹേ വിഷ്ണു, അങ്ങ് കപടമാർഗത്തിൽ കൂടി ശ്രീമതിയെ അപഹരിച്ചു, ഞങ്ങളെ പമ്പര വിഡ്ഢികളാക്കി. ലോകമെല്ലാം സുദർശനത്തിനെ കൊണ്ട് ഓടിച്ചു, രസിച്ചു. അങ്ങ് ഈ അംബരീഷന്റെ വംശത്തിൽ തന്നെ മനുഷ്യനായി ജനിക്കും. അന്നൊരു നീച രാക്ഷസൻ വേഷപ്രച്ഛന്നനായി വന്ന് അങ്ങയുടെ ഭാര്യയെയും അപഹരിക്കും. ഞങ്ങൾ ശ്രീമതിയെ തേടി നടന്നതുപോലെ അങ്ങ് ഭാര്യയെ തേടി അലയുകയും ചെയ്യും. ഈ ശാപകഥയും രാമാവതാരത്തിന് കാരണമായിട്ടുണ്ട്. നാരദൻ ബ്രഹ്മചാരിയായി മാറിയതിന് പിന്നിലും ഈ കഥ തന്നെ. തെറ്റു വിഷ്ണു ചെയ്താലും രാവണൻ ചെയ്താലും ശിക്ഷ ഉറപ്പാണ്. രാവണനെ നിഗ്രഹിക്കാൻ മനുഷ്യജന്മം എടുത്തപ്പോൾ ആ മനുഷ്യജന്മത്തിൽ അനുഭവിക്കേണ്ട ദുഃഖങ്ങൾക്ക് സ്വന്തം പ്രവൃത്തിയും വിഷ്ണുവിന് ഹേതുവായി മാറി. 2 ശിക്ഷ ഒന്നിച്ചനുഭവിക്കുന്നത് പോലെ ഉമിത്തിയിൽ നീറി അനുഭവിച്ചു തീർക്കുകയായിരുന്നു അദ്ദേഹം. രാവണൻ മനുഷ്യനാൽ മാത്രമേ തൻ്റെ നിഗ്രഹം സാധ്യമാവൂ എന്ന് വരം വാങ്ങിയത് മനുഷ്യനെ പുല്ലിന് സമം കണ്ടതുകൊണ്ടാണ്. മനുഷ്യനെ നിസ്സാരനായി കരുതിയതിനെ ഈശ്വരൻ തന്നെ മനുഷ്യനായി വന്ന് ശക്തി തെളിയിച്ചു. നമ്മൾ ആരെയും നിസ്സാരരായി കരുതരുത്. ആനയെ വിരളി പിടിപ്പിക്കാൻ കേവലം ഒരു ഉറുമ്പിനും സാധിക്കും. ഭഗവാൻ വിഷ്ണു നാരദപർവ്വത മുനിമാരോട് കാണിച്ചതും നീതീകരിക്കാവുന്നതായിരുന്നില്ല. ഒന്ന് തുറന്നു പറഞ്ഞാൽ, ബോധ്യപ്പെടുത്തിയാൽ മതിയാവുന്ന തെറ്റിന് എന്ത് ശിക്ഷയാണ് അവർക്ക് കൊടുത്തത്? അതുകൊണ്ട് എന്താണ്? ശാപവും പേറി. ആരെയും കളിയാക്കരുത്, അത് കണ്ട് രസിക്കരുത്. കൊച്ചുകുട്ടികൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഇത് ശ്രദ്ധിക്കണം. അധർമ്മ പ്രവൃത്തികൾ ചെയ്ത് ശാപം പേറരുത്. അതുപോലെ കളിയാക്കിയും സങ്കടത്തിലെത്തിച്ചേരരുത്. ധർമ്മബോധം വേണം, ധർമ്മത്തിൽ കൂടി സഞ്ചരിക്കണം. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം അതിനായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.